മരമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. മരമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. മരമുറി ചാനൽ സ്ഥിരബോധമില്ലാത്ത ഒരാൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഒരു കാര്യം പറയും, കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ, നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് എങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം. അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ആ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിനെ യോജിക്കാൻ അടൂർ പ്രകാശിനെ കിട്ടത്തില്ല. എനിക്കൊരു ഞാൻ താങ്കളോടല്ലേ പറഞ്ഞത്, രമേശ് റാവു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല. താങ്കൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ച് മരമുറി ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണ് എന്ന് വരെ വേണ്ടി വന്നാൽ മരമുറി ചാനലിൽ പറയും. ഇതിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. അല്ലല്ല, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പൊ കൈരളി ചാനലിന് വേണ്ടി പ്രത്യേകം ഒന്നും പറയാനില്ല. ഇല്ല, അത് ജാഗ്രത പുലർത്തുന്ന ഒരു വിവരം അറിയുമ്പോഴാണ് ഒരാളിനെ കുറിച്ച്, ഒരു കള്ളനാണോ മോഷ്ടാവാണോ കൊള്ളസംഘക്കാരനാണോ എന്ന് ഒരാളിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു. ഇപ്പൊ നാളെ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും ഞാൻ നാളെ നിങ്ങളെ അടുപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. നാളെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്.